ആരോ വന്നിട്ടുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും വേണോ, നിങ്ങൾ ആരെയെങ്കിലും കാത്തു നിൽക്കുകയാണോ, ഇതുപോലുള്ള കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും പറയേണ്ടി വരാറുണ്ട്. അതെങ്ങനെ പറയാം, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ മലയാളത്തിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഗൂഗിൾ മീറ്റ് വഴി ലൈവായി ഓൺലൈൻ ഇംഗ്ലീഷ് കോഴ്സസ് ചെയ്യുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്നറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഡെമോ ക്ലാസ് ഫ്രീ ആയി ബുക്ക് ചെയ്യാനും സാധിക്കും. അതിനും ഈ നമ്പറിൽ തന്നെ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. അവൾ ഒന്നും പറഞ്ഞില്ല. സബ്ജക്റ്റ് അവളാണ്, ഷീ അല്ലെ. അതുപയോഗിച്ചാണ് നമ്മൾ ഈ സെന്റൻസ് തുടങ്ങുന്നത്. ഷീ ഒന്നും പറഞ്ഞില്ല. പറയുക എന്നതിന് നമുക്ക് സേ എന്ന വെർബ് യൂസ് ചെയ്യാം. പറഞ്ഞു അല്ലെങ്കിൽ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം സെഡ് ആണ് വേണ്ടത്, അതായത് V2 ആണ് വേണ്ടത്. അവൾ ഒന്നും പറഞ്ഞില്ല. ഇതെങ്ങനെയാ പറയുന്നത്? നമുക്ക് രണ്ട് രീതിയിൽ പറയാം. നമുക്ക് ഇതിനെ നത്തിങ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എനിത്തിങ് ഉപയോഗിക്കാം. രണ്ടും ഉപയോഗിക്കുന്ന രണ്ട് രീതിയിലാണ്. ഷീ സെഡ് നത്തിങ്. അവൾ ഒന്നും പറഞ്ഞില്ല. നത്തിങ് ഒരു നെഗറ്റീവ് വാക്കാണ്, അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഈ സെന്റൻസിൽ നോട്ട് വേറെ യൂസ് ചെയ്യുന്നില്ല. ഷീ സെഡ് നത്തിങ് എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഷീ ഡിഡിൻ സേ എനിത്തിങ് എന്നും പറയാം. ഷീ ഡിഡിൻ സേ എനിത്തിങ്. ആ രണ്ടാമത്തെ സെന്റൻസിന്റെ സ്ട്രക്ചർ ശ്രദ്ധിക്കുക. ആദ്യത്തെ സെന്റൻസിൽ നമ്മൾ സെഡ് എന്നാണ് പറഞ്ഞത്. അത് സേ എന്ന വെർബിന്റെ V2 ആണ്. സെഡിന്റെ നെഗറ്റീവ് ഫോം ആണ് ഡിഡിൻ സേ. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഈ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. പറഞ്ഞില്ല എന്നല്ലേ പറയേണ്ടത്, കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മൾ വെർബിന്റെ സെക്കൻഡ് ഫോം, അതായത് V2 ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. സേയുടെ സെക്കൻഡ് ഫോം ആണ് സെഡ്. ഷീ സെഡ് നത്തിങ്. ആ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഇനി നമുക്കിതിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഡിഡ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഷീ സെഡ് നത്തിങ് എന്നത് നമ്മൾ എനിത്തിങ് ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിൽ നമുക്കത് ഇങ്ങനെ കിട്ടുക. ഷീ ഡിഡിൻ സേ എനിത്തിങ്. അവൾ ഒന്നും പറഞ്ഞില്ല. രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ഡിഡിൻ സേ എന്നത് സെഡ് എന്നതിൻ്റെ നെഗറ്റീവ് ഫോമാണ്. ഡു, ഡസ്, ഡിഡ്. അതിനുശേഷം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന V1 ആണ്. ഡിഡിൻ സെഡ് എന്ന് പറയരുത്, ഡിഡിൻ സേ അങ്ങനെ തന്നെ വേണം പറയാൻ. ഷീ ഡിഡിൻ സേ എനിത്തിങ് അല്ലെങ്കിൽ ഷീ സെഡ് നത്തിങ്. നോട്ട് എനിത്തിങ് ആണ് നത്തിങ്. നത്തിങ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ ആ സെന്റൻസിൽ നോ, നോട്ട് അതുപോലുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. നീ അവിടെ ആരെയെങ്കിലും കണ്ടോ? സം, എനി, സംവൺ, എനിവൺ. ഇതിന്റെ എല്ലാം മീനിങ് ഏകദേശം ഒന്ന് തന്നെയാണ്, പക്ഷെ ഉപയോഗിക്കുന്ന രീതി ഡിഫറെൻ്റ് ആണ്. എനി, എനിവൺ പോലുള്ള വാക്കുകൾ നമ്മൾ പൊതുവെ ക്വസ്റ്റ്യൻസിലും നെഗറ്റീവ് സെന്റൻസസിലുമാണ് യൂസ് ചെയ്യുന്നത്. സം ഉപയോഗിക്കുന്ന അഫർമേറ്റീവ് സെന്റൻസസിലാണ്, അതായത് പോസിറ്റീവായ സ്റ്റേറ്റ്മെന്റ്സിലാണ് നമ്മൾ സം മെയിൻലി യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് ക്വസ്റ്റ്യൻസിലും യൂസ് ചെയ്യാറുണ്ട്. പൊതുവെ ചോദ്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എനി, എനിബഡി പോലുള്ള വാക്കുകളാണ്. ഇവിടെ ഇത് ക്വസ്റ്റ്യൻ ആണ്. നീ അവിടെ ആരെയെങ്കിലും കണ്ടോ? കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് കഴിഞ്ഞ കാര്യമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വേണ്ടത് ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു വെർബാണ്. കാണുക, സി. അതിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം എന്താണ്? സോ. ഇനി ഇതിനെ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ നമ്മൾ ഏത് ഓക്സിലറിയാണ് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഡിഡ് യൂസ് ചെയ്യണം. സിമ്പിൾ പ്രസന്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ഓക്സിലറി വേർബ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസും നെഗറ്റീവ്സും ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു ഓക്സിലറി സപ്ലൈ ചെയ്യണം. സിമ്പിൾ പ്രസന്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന ഡൂവും ഡസും ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഡിഡ് ആണ്. ഇതൊരു ചോദ്യമാണ്, അതുകൊണ്ട് തന്നെ ഇതൊരു ഓക്സിലറി ഉപയോഗിച്ചാണ് നമ്മളപ്പോൾ തുടങ്ങുന്നത്. നീ അവിടെ ആരെയെങ്കിലും കണ്ടോ? ഡിഡ്. പിന്നെ സബ്ജക്റ്റായ യു, ഡിഡ് യു. അതിനുശേഷം മെയിൻ വെർബായ സി. ഡിഡ് യു സീ എനിബഡി? അവിടെ എന്നതിന് ദർ എന്ന് പറയും. ഡിഡ് യു സീ എനിബഡി ദർ? നീ അവിടെ ആരെയെങ്കിലും കണ്ടോ? ഇത് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമ്മൾ ഈ സെന്റൻസ് ഓക്സിലറി വെർബായ ഡിഡ് ഉപയോഗിച്ച് തുടങ്ങുന്നത്. ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ഞാനവിടെ ആരെയും കണ്ടില്ല എന്ന് പറയണമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മളത് എങ്ങനെയാണ് പറയുന്നത്? ആരെയും കണ്ടില്ല. അതിന് നമുക്ക് നോബഡി എന്ന വാക്ക് ഉപയോഗിക്കാം. നോബഡി ഒരു നെഗറ്റീവ് വാക്കാണ്. പിന്നെ ആ സെന്റൻസിൽ മറ്റ് നെഗറ്റീവ് വാക്കുകളൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. ഐ സോ നോബഡി ദർ. ഞാൻ അവിടെ ആരെയും കണ്ടില്ല. ഐ ഡിഡിൻ സീ നോബഡി എന്ന് പറയരുത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ ഡിഡിൻ സീ എനിബഡി ദർ എന്ന് പറയാം. ഐ ഡിഡിൻ സീ എനിബഡി ദർ. നോട്ട് എനിബഡി തന്നെയാണ് നോബഡിയായി മാറുന്നത്. ഐ സോ നോബഡി ദർ അല്ലെങ്കിൽ ഐ ഡിഡിൻ സീ എനിബഡി ദർ. ഞാൻ അവിടെ ആരെയും കണ്ടില്ല. നമുക്ക് ശാന്തമായ എവിടെയെങ്കിലും പോവാം.
ഇതൊരു സജഷനാണ്. നമുക്ക് എവിടെയെങ്കിലും പോവാം. ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ലെറ്റ്സ് ആണ്. ഈ സെന്റൻസ് നമ്മൾ ലെറ്റ്സ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെറ്റ്സ് പോവാം, ഗോ. എവിടെയെങ്കിലും, സംവേർ, ശാന്തമായ എവിടെയെങ്കിലും, സംവേർ ക്വയറ്റ്. ലെറ്റ്സ് ഗോ സംവേർ ക്വയറ്റ്. എവിടെയെങ്കിലും, ശാന്തമായ എവിടെയെങ്കിലും നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ ക്വയറ്റ് സംവേർ അല്ല, സംവേർ ക്വയറ്റ്. അത് അങ്ങനെ തന്നെ വേണം പറയാൻ. നമുക്ക് എവിടെയെങ്കിലും പോവാം, ശാന്തമായ എവിടെയെങ്കിലും എന്ന അർത്ഥത്തിലാണ് സംവേർ ക്വയറ്റ് എന്ന് പറയുന്നത്. സംവേർ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും. ഇത് അഫർമേറ്റീവ് സെന്റൻസ് ആണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ എനിവേർ യൂസ് ചെയ്യാത്തത്. സംവേറിന്റെ അർത്ഥവും എനിവേറിന്റെ അർത്ഥവും ഒന്ന് തന്നെയാണ്. എവിടെയെങ്കിലും എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഈ രണ്ട് വാക്കുകളും യൂസ് ചെയ്യുന്നത്. പക്ഷേ എനിവേർ നമ്മൾ പൊതുവെ നെഗറ്റീവ് സെന്റൻസസിലും ക്വസ്റ്റ്യൻസിലുമാണ് ഉപയോഗിക്കുക. സംവേർ ഉപയോഗിക്കുന്നത് അഫർമേറ്റീവ് സെന്റൻസസിലാണ്. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം. സബ്ജക്റ്റ് ഐ ആണ്, എനിക്കാണ് വേണ്ടത്. ഐ വേണം, വാണ്ട്. എന്തെങ്കിലും, സംതിങ്. കഴിക്കാൻ, ടു ഈറ്റ്. ഐ വാണ്ട് സംതിങ് ടു ഈറ്റ്. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം. കഴിക്കാൻ എന്തെങ്കിലും എന്നതിനാണ് സംതിങ് ടു ഈറ്റ് എന്ന് പറയുന്നത്. കുടിക്കാനാണെങ്കിൽ സംതിങ് ടു ഡ്രിങ്ക്. ഐ വാണ്ട് സംതിങ് ടു ഈറ്റ്. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം. ഇതൊരു അഫർമേറ്റീവ് സെന്റൻസ് ആണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ സംതിങ് ഉപയോഗിച്ചത്. എനിക്ക് കഴിക്കാൻ ഒന്നും വേണ്ട. ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. വേണ്ട എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സംതിങ് ആണോ എനിത്തിങ് ആണോ? പൊതുവെ നെഗറ്റീവ് സെന്റൻസസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എനിയാണ്, സം അല്ല. സം ഉപയോഗിക്കുന്ന അഫർമേറ്റീവ് സെന്റൻസസിലാണ്. എനിക്ക് വേണ്ട, ഐ ഡോണ്ട് വാണ്ട്. ഒന്നും എന്ന വാക്കിന് നമുക്ക് എനിത്തിങ് എന്ന് പറയാം. ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് ടു ഈറ്റ്. എനിക്ക് കഴിക്കാൻ ഒന്നും വേണ്ട. ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് ടു ഈറ്റ്. ഐ വാണ്ട് സംതിങ് ടു ഈറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണമെന്നാണ്. ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് ടു ഈറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് കഴിക്കാൻ ഒന്നും വേണ്ട എന്നാണ്. അവൻ എന്തെങ്കിലും പറയാൻ വിസമ്മതിച്ചു. അവൻ തയ്യാറായില്ല, സംസാരിക്കാൻ തയ്യാറായില്ല. സബ്ജക്റ്റ് ഹി ആണ്, അവൻ. ഹി വിസമ്മതിച്ചു. വിസമ്മതിച്ചു എന്നതിന് നമുക്ക് റിഫ്യൂസ്ഡ് എന്ന വാക്ക് പറയാം. ഹി റിഫ്യൂസ്ഡ് ടു സേ എനിത്തിങ്. ഹി റിഫ്യൂസ്ഡ് ടു സേ എനിത്തിങ്. അവൻ എന്തെങ്കിലും പറയാൻ വിസമ്മതിച്ചു. ടു സേ എന്ന് പറയുമ്പോൾ പറയാൻ. എന്തെങ്കിലും, എനിത്തിങ്. ഹി ഡിഡിൻറ്റ് സേ എനിത്തിങ്. അവൻ ഒന്നും പറഞ്ഞില്ല. ഹി ഡിഡിൻറ്റ് സേ എനിത്തിങ് അല്ലെങ്കിൽ ഹി സെഡ് നത്തിങ്. ഹി ഡിഡിൻറ്റ് സേ എനിത്തിങ് എന്നതിന് പകരം നമുക്ക് ഹി സെഡ് നത്തിങ് എന്ന് പറയാം. ഡിഡിൻറ്റ് സേ എന്നത് സെഡ് എന്നതിൻ്റെ നെഗറ്റീവ് ഫോമാണ്. എനിത്തിങ്ങിന് പകരം നത്തിങ് ഉപയോഗിക്കുമ്പോൾ പിന്നെ ആ സെന്റൻസിൽ മറ്റ് നെഗറ്റീവ് വാക്കുകൾ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമുക്കത് ഇങ്ങനെയും പറയാം. ഹി സെഡ് നത്തിങ്. അവൻ ഒന്നും പറഞ്ഞില്ല. ഹി റെഫ്യൂസ് ടു സേ എനിത്തിങ് എന്ന് പറയുമ്പോൾ അവൻ എന്തെങ്കിലും പറയാൻ വിസമ്മതിച്ചു എന്നാണ്. അവൻ ഒന്നും പറഞ്ഞില്ല എന്നതിന് ഹി സെഡ് നത്തിങ് എന്നോ ഹി ഡിഡിൻറ്റ് സേ എനിത്തിങ് എന്നോ പറയാം. ഇതും നെഗറ്റീവ് സെന്റൻസസ് ആണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ എനി യൂസ് ചെയ്യുന്നത്. അഫർമേറ്റീവ് സെന്റൻസസിലാണ് പൊതുവെ നമ്മൾ സം ഉപയോഗിക്കുക. അതൊരു വിഷമമുള്ള പരീക്ഷയായിരുന്നു. ടഫായ ഒരു എക്സാം ആയിരുന്നു. ഇറ്റ് വാസ് എ ടഫ് എക്സാം. ഇറ്റ് വാസ് എ ടഫ് എക്സാം. അത് വിഷമമുള്ള പരീക്ഷയായിരുന്നു. ആരും തന്നെ ജയിച്ചില്ല. ആരും ജയിച്ചില്ല എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയും ജയിച്ചില്ല എന്നർത്ഥം. ആ അർത്ഥത്തിൽ നമുക്കിത് ഇങ്ങനെ പറയാം. നോ വൺ പാസ്ഡ്. ആരും ജയിച്ചില്ല. നോ വൺ പാസ്ഡ്. ഇനി അതല്ല, കാര്യമായി ആരും ജയിച്ചില്ല എന്നർത്ഥത്തിൽ ഒരുപക്ഷെ ഒന്നോ രണ്ടോ കുട്ടി ജയിച്ചിട്ടുണ്ടായിരിക്കാം. ആ മീനിങ് ആണ് വേണ്ടതെങ്കിൽ നമുക്കിത് ഇങ്ങനെ പറയാം. ഹാർഡ്ലി എനി വൺ പാസ്ഡ്. ഹാർഡ്ലി നോ വൺ അല്ല. ഹാർഡ്ലി ഒരു നെഗറ്റീവ് വാക്കാണ്. പിന്നെ അതിനുശേഷം നോ, നൺ അതുപോലുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. ഇവിടുത്തെ ഈ തേർഡ് സെന്റൻസ് അതും ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. ഹാർഡ്ലി എനി വൺ പാസ്ഡ്. കാര്യമായി ആരും തന്നെ ജയിച്ചില്ല. നോ വൺ പാസ്ഡ് എന്നതും നെഗറ്റീവ് സെന്റൻസ് തന്നെയാണ്. ഹാർഡ്ലി ഒരു നെഗറ്റീവ് വാക്കാണ്. ഏകദേശം നോ എന്ന മീനിങ് തന്നെയാണ് അതിനുള്ളത്. ഹാർഡ്ലി എനിബഡി പാസ്ഡ് അല്ലെങ്കിൽ എനി വൺ പാസ്ഡ്. എനിബഡിക്ക് പകരം നമുക്ക് എനി വൺ ഉപയോഗിക്കാം. സംബഡിക്ക് പകരം സംവൺ ഉപയോഗിക്കാം. നിങ്ങൾ ആരെയെങ്കിലും കാത്തു നിൽക്കുകയാണോ? ഇതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഇതും ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് തോന്നും ഇവിടെ എനിയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്, എനിബഡി ആണ് യൂസ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സംബഡിയാണ്. നിങ്ങൾ ആരെയെങ്കിലും കാത്തു നിൽക്കുകയാണോ? സബ്ജക്റ്റ് നിങ്ങളാണ്, യു ആണ്. ഇത് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ ഓക്സിലറി വെർബ് ഉപയോഗിച്ചാണ് ഈ സെന്റൻസ് തുടങ്ങുന്നത്. നിങ്ങൾ കാത്തു നിൽക്കുകയാണെന്ന് എങ്ങനെയാണ് പറയുന്നത്? യു ആർ വെയിറ്റിംഗ്. അപ്പോൾ കാത്തു നിൽക്കുകയാണോ എന്ന് ചോദിക്കാൻ ആ ആറിനെ എടുത്ത് സബ്ജക്റ്റായി യുവിന് മുന്നിൽ വയ്ക്കണം. ആർ യു വെയിറ്റിംഗ്. വെയിറ്റിംഗിന് ശേഷം ഫോർ എന്ന പ്രിപ്പോസിഷൻ വരുന്നുണ്ട്. ആർ യു വെയിറ്റിംഗ് ഫോർ എനിബഡി അല്ല, സംബഡിയാണ്. ആർ യു വെയിറ്റിംഗ് ഫോർ സംബഡി. നിങ്ങൾ ആരെയെങ്കിലും കാത്തു നിൽക്കുകയാണോ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് സംബഡി യൂസ് ചെയ്തത്? അതിന് കാരണം നിങ്ങൾ ആരെയോ കാത്തു നിൽക്കുന്നുണ്ട് എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഈ സെന്റൻസ് തന്നെ മറ്റൊരു രീതിയിൽ നമുക്കിങ്ങനെ പറയാം. ഐ തിങ്ക് യു ആർ വെയിറ്റിംഗ് ഫോർ സംബഡി. നിങ്ങൾ ആരെയോ കാത്തു നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു
ഐഡിയ എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ എനിബഡി എന്ന് പറയുന്നതിന് പകരം സംബഡി എന്ന് ഉപയോഗിച്ചത്. പൊതുവെ അഫർമേറ്റീവായ ഒരു ആൻസർ, അതായത് ഈ ചോദ്യത്തിന് ആർ യു വെയിറ്റിംഗ് ഫോർ സംബഡി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ യെസ് എന്നൊരു ആൻസർ ആണ് ആ ക്വസ്റ്റിന് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എനിബഡി അല്ല സംബഡിയാണ്. ചോദ്യമാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് സം ആയിരിക്കും. ഇവിടെ യെസ് എന്നൊരു ആൻസർ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ആർ യു വെയിറ്റിംഗ് ഫോർ സംബഡി? നിങ്ങൾ ആരെയെങ്കിലും കാത്തു നിൽക്കുകയാണോ? ആരെയോ ഇയാൾ കാത്തു നിൽക്കുന്നുണ്ട് എന്നാണ് എൻ്റെ മനസ്സിലുള്ള ഐഡിയ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ സംബഡി യൂസ് ചെയ്യുന്നത്. ആർ യു വെയിറ്റിംഗ് ഫോർ സംബഡി? നീ ആരെയെങ്കിലും കാത്തു നിൽക്കുകയാണോ? ഐ തിങ്ക് യു ആർ വെയിറ്റിംഗ് ഫോർ സംബഡി. മറ്റൊരു രീതിയിൽ പറയുമ്പോൾ അതിങ്ങനെയാണ്, നിങ്ങൾ ആരെയോ കാത്തു നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ വേണോ? ഇതും ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് എനിത്തിങ് അല്ല സംതിങ് ആണ്. കാരണം ഇവിടെയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് യെസ് എന്ന ആൻസർ ആണ്. വേണ്ട എന്ന ഉത്തരവല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്, വേണം എന്ന ഉത്തരവാണ്. അങ്ങനെ വരുമ്പോഴാണ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ സംതിങ്, സംബഡി, സംവൺ പോലുള്ള വാക്കുകൾ യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ വേണം. ഡു യു വാണ്ട് സംതിങ് ടു ഈറ്റ്? ഡു യു വാണ്ട് സംതിങ് ടു ഈറ്റ് അല്ലെങ്കിൽ വുഡ് യു ലൈക്ക് സംതിങ് ടു ഈറ്റ്? എനിക്ക് കുറച്ചുകൂടി കോഫി ലഭിക്കുമോ? ഇതും ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്? എനിക്ക് കുറച്ചുകൂടി കോഫി വേണമായിരുന്നു, അത് ലഭിക്കുമോ? അതാണ് ചോദ്യം. നമുക്കിത് ക്യാൻ ഉപയോഗിച്ച് പറയാം. ക്യാൻ ഐ ഹാവ് കുറച്ചുകൂടി കോഫി എന്നതിന് സം മോർ കോഫി എന്ന് പറയാം. എനി മോർ കോഫി അല്ല, സം മോർ കോഫി. ക്യാൻ ഐ ഹാവ് സം മോർ കോഫി? എനിക്ക് കുറച്ചുകൂടി കാപ്പി ലഭിക്കാമോ? ഇവിടെയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് യെസ് എന്നൊരു ആൻസർ ആണ്. നമ്മളിത് അവരോട് എനിക്ക് കുറച്ചുകൂടി കാപ്പി വേണമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ യെസ് എന്ന മറുപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നോ എന്ന ആൻസർ അല്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ സം എന്ന് പറയുന്നത്. ക്യാൻ ഐ ഹാവ് സം മോർ കോഫി? ക്യാൻ ഐ ഹാവ് എനി മോർ കോഫി അല്ല, സം മോർ കോഫി. എൻ്റെ വാലറ്റ് കാണുന്നില്ല. ഐ കാൺ ഫൈൻഡ് മൈ വാലറ്റ്. എൻ്റെ വാലറ്റ് കാണുന്നില്ല എന്നതിന് നമുക്ക് ഇങ്ങനെ പറയാം, ഐ കാൺ ഫൈൻഡ് മൈ വാലറ്റ്. ആരെങ്കിലും അത് കണ്ടോ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പാസ്റ്റ് ടെൻസിലാണ് അല്ലേ? കണ്ടു എന്നതിന്റെ ക്വസ്റ്റ്യൻ ഫോം ആണ് കണ്ടോ. കണ്ടു എന്ന് പറയുമ്പോൾ സോ, സി എന്നതിന്റെ വീട്ടു. ഇനി ഇത് ചോദ്യമാണ്, ആരെങ്കിലും കണ്ടോ? ചോദ്യമാവുമ്പോൾ ഓക്സിലറി ആണ് സബ്ജക്റ്റിന് മുന്നിൽ വരാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സംബഡി ആണോ എനിബഡി ആണോ? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എനിബഡി ആണ്, സംബഡി അല്ല. പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാസ് ഉപയോഗിച്ചാണ്. എനിബഡി ഒരു സിംഗുലർ പ്രൊനൗൺ ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന സിംഗുലർ വെർബ്സ് ആണ്. ഹാസ് എനിബഡി സീൻ ഇറ്റ്? ആരെങ്കിലും അത് കണ്ടോ? ഐ കാൺ ഫൈൻഡ് മൈ വാലറ്റ്. ഹാസ് എനിബഡി സീൻ ഇറ്റ്? ഹാസ് സംബഡി സീൻ ഇറ്റ് അല്ല, ഹാസ് എനിബഡി സീൻ ഇറ്റ്? ആരെങ്കിലും അത് കണ്ടോ? സം, സംതിങ്, സംവൺ പോലുള്ള വാക്കുകൾ ക്വസ്റ്റ്യൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഓഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യെസ് എന്നൊരു ആൻസർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ്. മറ്റു സാഹചര്യങ്ങളിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്നത് എനി, എനിബഡി പോലുള്ള വാക്കുകളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? വീണ്ടും ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടോ? ഡു യു ഹാവ്? ഡു യു ഹാവ് എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടോ, നിങ്ങൾക്ക് ഉണ്ടോ. ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്? എന്തെങ്കിലും ചോദ്യങ്ങൾ. ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്? ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് സം അല്ല, എനിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ അറിയിക്കൂ. എന്നെ അറിയിക്കൂ, ലെറ്റ് മീ നോ. നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? ഇതിന്റെ ക്വസ്റ്റ്യൻ ഫോം എന്താ? നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? ഡു യു നീഡ് എനിത്തിങ്? എന്നെ അറിയിക്കൂ, ലെറ്റ് മീ നോ. ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലെറ്റ് മീ നോ ഇഫ് യു നീഡ് എനിത്തിങ് എന്നാണ്. ഡു യു നീഡ് എനിത്തിങ് എന്നത് ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ ഒന്നുകിൽ എസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. ഇങ്ങനെ ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യനെ ഒരു സെന്റൻസിന്റെ ഭാഗമാക്കി മാറ്റുന്ന സമയത്ത് നമ്മൾ ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കും. വേണമെങ്കിൽ ആർക്കും ക്ലബിൽ ചേരാം. ആർക്കും ചേരാം. എനിബഡി ക്യാൻ ജോയിൻ. വേണമെങ്കിൽ ഇഫ് ദേ വാണ്ട് ടു. എനിബഡി ക്യാൻ ജോയിൻ. ആർക്കും കഴിയും എന്നാണ് അതിനർത്ഥം. എനിബഡി ക്യാൻ ജോയിൻ ദ ക്ലബ് ഇഫ് ദേ വാണ്ട് ടു. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈ ക്ലബിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. എന്തിനാണ് ഈ വാതിൽ തുറന്നിടുന്നത്? വാതിൽ തുറന്നു എന്നെങ്ങനെയാ പറയുന്നത്? ഐ ഓപ്പൺ ദ ഡോർ അല്ലെ? ഞാൻ വാതിൽ തുറന്നു. അല്ലെങ്കിൽ ഹി ഓപ്പൺ ദ ഡോർ, അവൻ വാതിൽ തുറന്നു. വാതിൽ തുറന്നിടുക എന്നെങ്ങനെയാ ഇംഗ്ലീഷിൽ പറയുന്നത്? അതിന് ഉപയോഗിക്കുന്ന ലീവ് ദ ഡോർ ഓപ്പൺ എന്ന എക്സ്പ്രഷനാണ്. നീ എന്തിനാണ് ഈ വാതിൽ ഇങ്ങനെ തുറന്നിടുന്നത്? വൈ ഡു യു ലീവ് ദ ഡോർ ഓപ്പൺ? വൈ ഡു യു ലീവ് ദ ഡോർ ഓപ്പൺ? വൈ ഡു യു ലീവ് ദ ഡോർ ഓപ്പൺ? തുറന്നിടുന്നത്. ആർക്കും അകത്ത് വരാൻ കഴിയും. ആർക്ക് വേണമെങ്കിലും വാതിൽ തുറന്നിട്ടത് കാരണം ആർക്ക് വേണമെങ്കിലും നമ്മുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും. അതെങ്ങനെയാ പറയുന്നത്? ആർക്കും. എനിബഡി ക്യാൻ കം ഇൻ. എനിബഡി ക്യാൻ കം ഇൻ. ആർക്കും അകത്തേക്ക് വരാൻ കഴിയും. നമുക്ക് എവിടെയെങ്കിലും പോവാം. ഇതുപോലെ ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എവിടെയെങ്കിലും എന്ന് പറയുമ്പോൾ സംവർ.
നമുക്ക് പോവാം. ഇതും ഒരു സജഷൻ ആണ്. അപ്പൊ നമ്മളിത് തുടങ്ങുന്നത് എങ്ങനെയാ? ലെറ്റ്സ് ഉപയോഗിച്ചാണ് തുടങ്ങുന്നത്. ലെറ്റ്സ് ഗോ സംവെർ. എവിടെയെങ്കിലും പോവാം. എവിടെ പോകും നമ്മൾ? ഇത് നമ്മൾ എങ്ങനെയാ ചോദിക്കുന്നത്? വേർ ഷോൾ വി ഗോ. നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ ലെറ്റ്സ് ഗോ എന്നാണ് പറഞ്ഞിരുന്നത്. എവിടെ പോവും എന്ന് ചോദിക്കാൻ വേർ ഷോൾ വി ഗോ. നമ്മൾ എവിടെ പോവും, അല്ലെങ്കിൽ വേർ ഷുഡ് വി ഗോ അങ്ങനെയും പറയാം. അമേരിക്കൻ ഇംഗ്ലീഷിൽ ഷോളിന് പകരം ഷുഡ് ആണ് ഈ സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യുക. വേർ ഷുഡ് വി ഗോ. എവിടെ പോവും നമ്മൾ? അതിനുള്ള മറുപടിയായി പറയുന്നത് എവിടെയായാലും കുഴപ്പമില്ല എന്നാണ്. എനിവേർ. എവിടെയായാലും. ലെറ്റ്സ് ഗോ സംവെർ. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പുറത്തു പോവാം. എവിടെയെങ്കിലും പോവാം. വേർ ഷോൾ വി ഗോ. നമ്മൾ എവിടെ പോവും? എവിടെയായാലും മതി. ഏത് സ്ഥലമാണ് എന്നതൊന്നും എനിക്ക് വിഷയമല്ല, ഒന്ന് പുറത്തു പോയാൽ മതി. എനിവേർ. എവിടെയെങ്കിലും. എവിടെയായാലും എന്നർത്ഥം. ഐ ജസ്റ്റ് വാണ്ട് ടു ഗോ ഔട്ട്. എനിക്ക് ഒന്ന് പുറത്തു പോയാൽ മതി. ഐ ജസ്റ്റ് വാണ്ട് ടു ഗോ ഔട്ട്. ഒന്ന് പുറത്തു പോയാൽ മതി. ജസ്റ്റ് എന്ന അഡ്വർബിന്റെ പൊസിഷൻ ശ്രദ്ധിക്കുക. അത് മെയിൻ വെർബിന് മുന്നിലാണ് വരുന്നത്. നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? വാട്ട് വുഡ് യു ലൈക്ക് ടു ഈറ്റ്. എന്തായാലും മതി. എനിക്ക് അതിന് പ്രത്യേകിച്ച് പ്രിഫറൻസ് ഒന്നുമില്ല. എന്ത് തന്നെ ലഭിച്ചാലും ഞാൻ കഴിക്കും. അതെങ്ങനെയാ പറയുന്നത്? എനിത്തിങ്. ഐ ഡോണ്ട് മൈൻഡ്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഈറ്റ്. എന്താണ് നിനക്ക് കഴിക്കാൻ വേണ്ടത്? എനിത്തിങ്. ഐ ഡോണ്ട് മൈൻഡ്. എന്തായാലും കുഴപ്പമില്ല, ഞാനത് കാര്യമാക്കി എടുക്കുന്നില്ല. ഐ ഡോണ്ട് മൈൻഡ്. ആരെങ്കിലും വാതിൽക്കൽ കാത്തു നിൽക്കുന്നുണ്ടോ? വാതിലിന് പുറത്ത് ആരെങ്കിലും കാത്തു നിൽക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഇത് ക്വസ്റ്റ്യൻ ആണ്. ഈസ് എനിബഡി വെയിറ്റിംഗ് അറ്റ് ദ ഡോർ. ആരെങ്കിലും വാതിൽക്കൽ കാത്തു നിൽക്കുന്നുണ്ടോ? ഈസ് എനിബഡി വെയിറ്റിംഗ് അറ്റ് ദ ഡോർ. ഇവിടെ ആൻസർ യെസ് ആയാലും നോ ആയാലും നമുക്ക് കുഴപ്പമില്ല. ഇങ്ങനെ ആൻസർ ആയി യെസ് അല്ലെങ്കിൽ നോ വരാവുന്ന സാഹചര്യങ്ങൾ നമ്മൾ പൊതുവെ ക്വസ്റ്റ്യൻസിൽ യൂസ് ചെയ്യുന്നത് എനിയാണ്, സം അല്ല. ഈസ് എനിബഡി വെയിറ്റിംഗ് അറ്റ് ദ ഡോർ. ആരെങ്കിലും വാതിൽക്കൽ കാത്തു നിൽക്കുന്നുണ്ടോ? ആർക്കോ നിങ്ങളെ കാണണം. ആർക്കോ. സംബഡി. നിങ്ങളെ കാണണം. വാണ്ട്സ് ടു സീ യു. സംബഡി വാണ്ട്സ് ടു സീ യു. ആർക്കോ നിങ്ങളോട് സംസാരിക്കണം. സംബഡി വാണ്ട്സ് ടു ടോക്ക് ടു യു. ഇവിടെ നമ്മൾ ആർക്കോ സംബഡി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് നമുക്കറിയില്ല ആ ആളെ എന്ന അർത്ഥത്തിലാണ്. സംബഡി വാണ്ട്സ് ടു സീ യു. ആർക്കോ നിന്നെ കാണണം. ആരോ അവരുടെ കൂടെ മറന്നു വെച്ചിട്ടുണ്ട്. ആരാണ് എന്ന് വ്യക്തമല്ല. ഇത് അഫർമേറ്റീവ് സെന്റൻസ് ആണ്. ആരോ. സംബഡി. ആരോ അവരുടെ കൂടെ മറന്നു വെച്ചിട്ടുണ്ട്. മറന്നു വെച്ചിട്ടുണ്ട് എന്നതിന് നമുക്ക് ഫോർഗോട്ടൻ എന്ന് പറയാം. സംബഡി ഹാസ് ഫോർഗോട്ടൻ ദെയർ അംബ്രല്ല. ആരോ അവരുടെ കൂടെ മറന്നു വെച്ചിട്ടുണ്ട്. Somebody has forgotten their umbrella. ആർക്കെങ്കിലും നേരത്തെ പോവണമെങ്കിൽ പോവാം. നേരത്തെ പോവണമെങ്കിൽ. ആർക്കെങ്കിലും. If anybody wants to leave early. If anybody wants to leave early, they can. അവർക്ക് വേണമെങ്കിൽ പോവാം. ഇവിടെ നമ്മൾ somebody അല്ല യൂസ് ചെയ്യുന്നത്. If somebody wants to leave early എന്നല്ല പറയുന്നത്. ആർക്കെങ്കിലും എന്ന അർത്ഥത്തിൽ എനിബഡി തന്നെ ഉപയോഗിക്കാം. ആരും എന്ന അർത്ഥത്തിൽ നോബഡി ഉപയോഗിക്കാം. എന്റെ കയ്യിൽ ഒട്ടും പണമില്ല. ഐ ഡോണ്ട് ഹാവ് എനി മണി. നെഗറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ ഉപയോഗിക്കുന്നത് എനിയാണ്. ഞാൻ കുറച്ച് പണം കടം വാങ്ങേണ്ടതുണ്ട്. ഐ ഹാവ് ടു ബോറോ സം മണി എന്ന് പറയേണ്ട ആവശ്യമില്ല. ഐ ഹാവ് ടു ബോറോ സം എന്ന് പറഞ്ഞാൽ മതി. ഐ ഹാവ് ടു ബോറോ സം. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.